ശരി, നമുക്ക് ഒരു സാങ്കേതിക നിയമപരമായ സാഹചര്യം കൂടി നോക്കാം. ഞാൻ വരാം അർജുൻ മട്ടനിലേക്ക്. ശ്യാം ദേവരാജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്യാം, എങ്ങനെയാണ് നോക്കൂ, ഒരു ICC രൂപീകരിച്ചതിന് ശേഷം അതിന്റെ പരിധിയിൽ വരുന്ന ഒരു സിനിമാ സെറ്റിൽ വെച്ചൊരു ലൈംഗികാതിക്രമം ഉണ്ടായി. അത് നിയമ നടപടിയിലേക്ക് പോയി. പോലീസ് FIR ഇട്ട് പ്രതിയുടെ അറസ്റ്റും ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നൊരു രാജി സാങ്കേതികമായി എഴുതി നൽകിയതിനു ശേഷം പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ പോവുക എന്ന് പറഞ്ഞാൽ നോക്കുകുത്തിയായിട്ടൊരു ICC സംവിധാനം അവിടെ വെച്ച് വാഴിച്ചു എന്നല്ലേ ഉള്ളൂ? അങ്ങനെ തന്നെയാണ്. ആ ICC എന്നത് ആഭ്യന്തര പരാതി പരിഹാര സമിതി എന്നത് തികച്ചും ഒരു നോക്കുകുത്തി മാത്രമാണ്, അല്ലെങ്കിൽ പേരിന് മാത്രമുള്ള ഒരു സമിതിയാണ് എന്ന് നമുക്കറിയാം. കാരണം നടൻ രഞ്ജിത്തിന്റെ താല്പര്യപ്രകാരമാണ് ഈ അഭിഭാഷകനെ നിയോഗിക്കുന്നത്. അക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് അഭിഭാഷകനാണ് രഞ്ജിത്തിന് വേണ്ടി, ICC അംഗമായിട്ടുള്ള അഭിഭാഷകനാണ് രഞ്ജിത്തിന് വേണ്ടി ഹാജരാകുന്നത്, കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഹാജരാകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ പ്രശ്നങ്ങളും മറ്റൊന്ന് ധാർമ്മിക പ്രശ്നങ്ങളുമാണ്. നിയമപരമായ എന്നത് നിഷ്പക്ഷതയുടെ ലംഘനമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം തടയുന്ന നിയമത്തിന്റെ അതിൽ നിഷ്പക്ഷനായിരിക്കണം ഈ പുറത്തു നിന്നുള്ള അംഗം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിഭാഷകരെ നിയോഗിക്കുമ്പോൾ അവർ ആ നിഷ്പക്ഷത പാലിക്കണമെന്നതാണ്. പക്ഷേ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് എങ്ങനെ നിഷ്പക്ഷനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതിൽ ഇത്തരമൊരു പരാതി വന്നാൽ അതിൽ ഈ വേട്ടക്കാരനായിട്ടുള്ള ആളുടെ അടുത്ത സുഹൃത്താണ് ഈ അഭിഭാഷകനായിട്ടുള്ളത്, അല്ലെങ്കിൽ ICCയുടെ ആഭ്യന്തര അംഗമായിട്ടുള്ളത്, പുറത്തു നിന്നുള്ള അംഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിഷ്പക്ഷതയും ആ സ്വതന്ത്രതയും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രണ്ടാമത്തേത്, ആരോപണ വിധേയനായ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് അതേ വ്യക്തി നിയമസഹായം നൽകുന്നത്. ഇത് തന്നെ ICCയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ധാർമ്മികമായ പ്രശ്നങ്ങളാണ്. ഇതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യങ്ങളുടെ സംഘർഷമുണ്ട്. ഒരു വശത്ത് ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ട സമിതിയിൽ അംഗമായിരിക്കുന്നു, അതേസമയം മറുവശത്ത് അതേ കേസ് ഇപ്പോൾ കോടതിയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ വിചാരണ വേളയിലൊക്കെ ICC അംഗങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതൊക്കെ വരില്ലേ ശ്യാം? അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനെ വെച്ച്, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഒരിക്കൽ ഹാജരായ അഭിഭാഷകനെ വെച്ചിട്ട് എങ്ങനെയാണ് വിസ്താരമൊക്കെ മുന്നോട്ട് പോവുക? അത്തരം ചില താല്പര്യങ്ങളുടെ സംഘർഷം, അതാ വൈരുദ്ധ്യാത്മകമായ താല്പര്യങ്ങൾ ഇതിലുണ്ട് എന്നതാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ICC ഇത്തരം ഒരു പരാതി വന്നാൽ അത് പരാതി പരിഗണിക്കുകയും അതിന്മേൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യേണ്ടത് ഈ അഭിഭാഷകൻ കൂടി ഉൾപ്പെട്ട സമിതിയാണ്. അത്തരമൊരു സമിതിയിൽ നിന്നാണ്. ഒരുപക്ഷെ ഈ അഭിഭാഷകൻ രഞ്ജിത്തിന് വേണ്ടി ഇന്ന് ഹാജരായില്ല എങ്കിൽ പോലും രഞ്ജിത്ത് തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നു എങ്കിൽ ഇത് തികച്ച സാങ്കല്പികമായ ഒരു കാര്യത്തിലേക്ക് തന്നെ പോയാൽ പോലും അതിൽ ആ അഭിഭാഷകൻ രഞ്ജിത്തിനൊപ്പം നിൽക്കാനാണ് ഏറ്റവും അധികം സാധ്യത. അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ ICCയിൽ ഈ അംഗത്തിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ അഭിഭാഷകൻ തന്നെ പറയുന്നത് താൻ ഇന്നലെ രാത്രി രാജിവെച്ചു എന്നതാണ്. അത് തന്നെ നമുക്ക് ഒരുപക്ഷെ അതിനെ അത്ര നിസ്സാരമായി കാണാനാകില്ല. കാരണം ഇന്നലെ വക്കാലത്ത് ലഭിക്കുമ്പോഴാണ് അതിന് തൊട്ടുമുമ്പ് ICCയുടെ അംഗത്വം രാജിവെക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കുന്നത്. ICCയുടെ അംഗത്വം രാജിവെക്കുകയും ചെയ്യുന്നത് ഇത് അന്വേഷണത്തിന് ICC ആണ് ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുന്നതെങ്കിൽ ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ സുതാര്യതയൊക്കെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നോക്കുകുത്തിയാക്കുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നടപടിയാണ്. നേരത്തെ അർജുൻ മട്ടന്നൂർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടിയുണ്ടല്ലോ, എന്തിനാണ് എക്സ്റ്റേണൽ ആയ ഒരു അംഗത്തെ കൂടി അതിൽ നിയമിക്കുന്നത്? അതായത് ഈ സിനിമയുടെ ഏറ്റവും നിർണയാധികാരമുള്ള മനുഷ്യരുടെ സ്വാധീനത്തിന് വശംവദനാകാത്ത ഒരാൾ എന്ന നിലയ്ക്കാണല്ലോ അതിന്റെ ആ ചിട്ടവട്ടങ്ങൾക്കപ്പുറത്ത്, ചുറ്റുപാടുകൾക്കപ്പുറത്ത് നിന്ന് ഒരാളെ നിയമിക്കുന്നത്. അത് സ്വന്തം ആള് എന്ന് പറയുമ്പോൾ അതെന്തൊരു തരം കണ്ണുകെട്ടലാണ്? മാധു, അങ്ങനെ തന്നെയാണ്. അത് ഒരിക്കലും അതൊരു സ്വതന്ത്രമോ നിഷ്പക്ഷമായ ഒരു സമിതി ആയിരിക്കില്ല, ആഭ്യന്തര പരാതി പരിഹാര സമിതി ആയിരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള നിരവധിയായ പരാതികൾ ഏത് വന്നാലും ശരി ഇത്തരമൊരു അഭിഭാഷകനാണ് ആ ICCയിൽ അംഗമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ICCയുടെ അല്ലെങ്കിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്, അതിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുകയാണ്, അതിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഏറ്റവും വൈരുദ്ധ്യാത്മകമായ കാര്യം, ഇത്തരം സംവിധായകരുടെ, ഇങ്ങനെ ക്രിമിനൽ കുറ്റങ്ങളുടെ പശ്ചാത്തലമുള്ള സംവിധായകരുടെ നോമിനികളാണ് ICCയിലേക്ക് വരുന്നത് എന്നതാണ്. അവർ അതിൽ നിന്ന് വളരെ വേഗം ICCയിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നു. ഒപ്പം പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം കോടതിയിൽ ഈ വേട്ടക്കാർക്ക് വേണ്ടി ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രണ്ട് താല്പര്യങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ചേർന്ന് പോകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം വിരുദ്ധമായ രണ്ട് താല്പര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ. പക്ഷേ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുന്ന കാര്യം താൻ ഇന്നലെ ICCയിൽ നിന്ന് രാജിവെച്ചുവെന്നും അതിനുശേഷമാണ് കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, ഈ കേസ്, ഈ പരാതി സംഭവിച്ചിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ യുവതി DGPക്ക് അടക്കം പരാതി നൽകി, അതിൽ FIR ഇട്ടു, രഹസ്യമൊഴിയെടുത്തു. അപ്പോഴൊന്നും ഇദ്ദേഹം ഇതിൽ രാജിവെച്ചിട്ടില്ല.
രഞ്ജിത്ത് പിടിയിലായിരിക്കുന്നു എന്നത് ബോധ്യപ്പെട്ടതിന് ശേഷം പുറത്തെത്തിക്കണമെന്ന ബോധ്യം വരുമ്പോഴും ആ കമ്മിറ്റ്മെന്റ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രാജി. അതുതന്നെയാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രവുമല്ല, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ യുവനടി ICCക്ക് പരാതി നൽകിയിട്ടില്ല എന്നാണ് ഫെഫ്കി അടക്കമുള്ളവർ പറയുന്നത്. എന്തുകൊണ്ട് യുവനടി ICCക്ക് പരാതി നൽകിയിട്ടില്ല എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാവുകയാണ്. അതായത് സംവിധായകനായ രഞ്ജിത്തിനെതിരെ പരാതി നൽകുന്നു, ആ സംവിധായകന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അതോടൊപ്പം തന്നെ പുറത്തു നിന്ന് അംഗം എന്ന നിലയിൽ വന്ന ആളും രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താകുന്നു. എങ്ങനെയായിരിക്കും സ്വാഭാവികമായും ഒരു നീതി തേടിക്കൊണ്ട് ആ യുവനടി ഈ ICCയെ സമീപിക്കുക എന്നത് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ യുവനടി ആ ICCക്ക് പരാതി നൽകാതിരുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് വാദിഭാഗത്ത് നിന്ന് പ്രതിഭാഗത്തേക്ക് മാറാൻ സാധ്യതയുള്ള എക്സ്റ്റേണൽ അംഗം ഉള്ള ഒരു ICCക്ക് മുന്നിൽ എങ്ങനെ യുവനടി പരാതി നൽകും എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല, അടിമുടി ദുരൂഹത എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ICC രൂപീകരിക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം രൂപീകരിച്ച ഒരു ICC, അതിൽ ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന കുറച്ചുപേരെ ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആ സംവിധായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ, കുടുംബ സുഹൃത്തായ, ഏത് നിമിഷം വേണമെങ്കിലും എന്തും രാജിവെച്ച ആ സംവിധായകനൊപ്പം വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാകാൻ സാധ്യതയുള്ള ഒരു അഭിഭാഷകനും ആ കമ്മിറ്റിയിൽ നിൽക്കുന്നു. അത്തരത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ICCയാണ് ഈ സിനിമയുടേത് എന്ന് പറയേണ്ടി വരുന്നു. മാത്രവുമല്ല, അതിൽ നൽകിയിരിക്കുന്ന നമ്പർ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ഒരു പരാതി നൽകാൻ വേണ്ടി ആരെങ്കിലും ഈ അഭിഭാഷകനെ വിളിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കിട്ടുക ഏതോ ഒരു അഭിഭാഷകയുടെ നമ്പറിലേക്കാണ്, ഏതോ ഒരു അഭിഭാഷകയാണ്. അവർക്ക് ഈ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല, ഈ ICCയുമായി യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലൊരു നമ്പറിലേക്കായിരിക്കും സ്വാഭാവികമായും പ്രവർത്തിച്ചിരുന്നത് എന്നതിൽ ഇനി തർക്കത്തിന്റെ ഒന്നും കാരണമില്ല എന്ന് തോന്നുന്നു. ഒരു എക്സ്റ്റേണൽ അംഗത്തെ ആ ICCയുടെ ഭാഗമായി നിശ്ചയിക്കുന്നത് തന്നെ ആ സിനിമയുടെ അധികാര ശ്രേണിക്കപ്പുറത്ത് നിന്നൊരാൾ, ഈ പറയുന്ന സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാത്ത ഒരാൾ പരാതി കേൾക്കാനുണ്ടാകണമെന്ന നിഷ്കർഷ കൊണ്ടാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഏറ്റവും അടുത്ത ആളുകളെയും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെയും അതിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നത്. അതും തീരുമാനിക്കുന്നത് ഈ വേട്ടക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അർജുൻ മട്ടന്നൂരും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.